ലോകകപ്പ് ഫുട്ബോളിൽ ഇതാ മറ്റൊരു വമ്പൻ ഗോൾ വേട്ട കൂടി. നീണ്ട 28 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ലോകകപ്പ് കളിക്കാൻ യോഗ്യത നേടിയെത്തിയ നോർവേ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ്. ഏഷ്യൻ പ്രതിനിധികളായ ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ തരിപ്പണമാക്കിയത്. ഫുട്ബോൾ ലോകം കാത്തിരുന്ന നോർവീജിയൻ വിസ്മയം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോളുകളുമായി കളനിറഞ്ഞപ്പോൾ ഇറാഖ് പ്രതിരോധം പൂർണ്ണമായും തകരുകയായിരുന്നു. 1998 ലോകകപ്പിന് ശേഷം ആദ്യമായാണ് നോർവേ പുരുഷ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ആ ചരിത്ര നിമിഷം ആഘോഷമാക്കാൻ ഉറച്ചാണ് എർലിംഗ് ഹാലൻഡിന്റെ നേതൃത്വത്തിൽ നോർവേ ഇറാഖിനെതിരെ കളത്തിലിറങ്ങിയത്. കളി തുടങ്ങിയത് മുതൽ ഇറാഖ് ബോക്സിലേക്ക് നോർവേ ആക്രമണങ്ങളുടെ പെരുമഴയായിരുന്നു. കൃത്യമായ പന്തടക്കത്തിലൂടെയും അതിവേഗ നീക്കങ്ങളിലൂടെയും നോർവേ ഇറാഖിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ എർലിംഗ് ഹാലൻഡ് തന്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ കളം ഭരിച്ചു. ഇറാഖ് പ്രതിരോധ നിരയെ അമ്പരിപ്പിച്ചുകൊണ്ട് ഹാലൻഡ് മത്സരത്തിൽ 2 ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്. ബോക്സിനുള്ളിൽ ഹാലൻഡിന് ലഭിച്ച സുവർണാവസരങ്ങൾ ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെ താരം വലയിലെത്തിച്ചു. ഹാളണ്ടിന്റെ കടുത്ത ശാരീരിക ക്ഷമതയ്ക്കും വേഗതയ്ക്കും മുന്നിൽ ഇറാഖ് ഡിഫൻഡർമാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നോർവേക്കായി ഒസ്റ്റിഗാർഡാണ് മറ്റൊരു ഗോൾ നേടിയത്. ഇറാഖിനായി ആശ്വാസ ഗോൾ കണ്ടെത്തിയ ഐമൻ ഹുസൈൻ തന്നെ മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ സ്വന്തം വലയിൽ പന്തെത്തിച്ചതോടെ നോർവേ 4-1 വമ്പൻ വിജയത്തോടെ 3 പോയിന്റ് സ്വന്തമാക്കി. ഹാളണ്ടിനൊപ്പം മാർട്ടിൻ ഒഡേഗാർഡ് അടക്കമുള്ള വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന നോർവേക്ക് ഈ വിജയം നോക്കൌട്ട് സാധ്യതകൾ സജീവമാക്കാൻ വലിയ സഹായകമാകും. വരും മത്സരങ്ങളിൽ മറ്റ് വമ്പൻ ടീമുകൾക്ക് നോർവേ കടുത്ത ഭീഷണിയാകുമെന്നതിൽ തർക്കമില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.